ഞങ്ങൾ സ്കൂളിലേക്ക് പോവും, ഇവിടുന്ന് പോവും, ഓലക്കൊട പിടിച്ച് പോവും. അന്ന് ഒന്നുമില്ല, വട്ടക്കൊടയാണ് പിടിച്ചു പോവുക ഞങ്ങൾ. വട്ടക്കൊട കൊണ്ടുപോയിട്ട് സ്കൂളിന്റെ പുറത്ത് വെക്കും. എന്നിട്ട് ഞങ്ങൾ ക്ലാസ്സിൽ പോയിട്ട് ചെറിയൊരു പാവാടി ഒരു കുപ്പായം ഇട്ടിട്ട് പോവും. എന്നൊക്കെ വലിയ കഷ്ടല്ലേ. പിന്നെ ഞങ്ങളെ പഠിപ്പിച്ച മാഷ്മാരൊന്നും ഇപ്പൊ മുഴുവൻ ഓർമ്മയില്ല. ലാസർ മാഷ്, കാതറിൻ ടീച്ചർ, അവര് ചിലരൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട്. കാട്ടിയിലെ സുശീല, അങ്ങനെ ചിലരൊക്കെ എൻ്റെ ഒപ്പം പഠിച്ചവരൊക്കെ കുറെ ആൾക്കാരുണ്ട്. പിന്നെ ഞങ്ങൾ സ്കൂളിലേക്ക് ചെന്നാൽ ഞങ്ങൾക്ക് അന്ന് ഒന്നുമില്ല, ഭക്ഷണങ്ങളൊന്നും ഇല്ലല്ലോ. വീട്ടിൽ നിന്ന് വല്ലതും കഴിച്ചു പോയാലേ ഉള്ളൂ. നാണിയമ്മയുടെ മോരുവെള്ളം കുടിക്കും. പാള കുത്തിയിട്ട് ഗംഗാരനായരുടെ ആ അവിടെ കോണിയും പോസ്റ്റാഫീസും ഉണ്ടാവും പഠിക്കല്. അവിടെ ഞങ്ങള് പാള കുത്തി വെച്ചിട്ടുണ്ടാവും, മോരും കലക്കി വെച്ചിട്ടുണ്ടാവും നാണിയമ്മ മരുന്നങ്കാട്ടെ. അത് മേടിച്ച് ഞങ്ങൾ കുറെ കുടിക്കും. അത് കഴിഞ്ഞ് ഇങ്ങനെ നടക്കും. എന്നിട്ട് ആ പറമ്പിലൊക്കെ പോയിട്ട് വല്ല നെല്ലിക്കയോ എന്തെങ്കിലുമൊക്കെ പുളിങ്കുരൊക്കെ അങ്ങനെ ഞാനും ഈ തങ്കമ്മു കമലാക്ഷി കാവുങ്കലെ തുണക്കാരത്തിയാണ് കമലാക്ഷി, രാജന്റെ അമ്മ അപ്പൊ ഇങ്ങനെ പുളിങ്കുരൊക്കെ ഞങ്ങൾ ഇങ്ങനെ കാലോണ്ടൊക്കെ ഇങ്ങനെ തുടച്ചെടുക്കും. എന്നിട്ട് അതെടുത്ത് തിരുമ്പി പുളിങ്കുരൊക്കെ ഇങ്ങനെ അന്ന് ഒന്നുമില്ലേ. പിന്നെ ഇങ്ങനെ നടക്കും. ചന്തപ്പരാന്ന് ചന്തണ്ട്, ചന്തറ അവിടെ പോയ ഇങ്ങനെ അവിടെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കുറെ നോക്കി നിൽക്കും. കൊച്ചുണ്ണിയുടെ പീടികയുണ്ട്, പഴയ പീടിക കൊച്ചുണ്ണിയുടെ. കിഴക്കേ പറമ്പ് കിടക്കില്ലേ പീടികയാണ്. അതിൽ പോയിട്ട് കുറെ നേരം നിൽക്കും. അപ്പൊ വല്ലതും ഒരു ശർക്കര കഷ്ണം എന്തെങ്കിലും കൊച്ചുണ്ണി എടുത്ത് തരും. അതും വാങ്ങി ഇങ്ങനെ നടക്കും. പിന്നെ ഇപ്പൊ എന്താ കുറെ കാര്യങ്ങളൊന്നും ഇപ്പൊ അത്ര ഓർമ്മയില്ലേ, ഇപ്പൊ ഓർമ്മ കുറവല്ലേ. അങ്ങനെയൊക്കെ ഉള്ളൊരു പഠിപ്പൊക്കെയാണ് അന്ന് ഉണ്ടായിരുന്നത്. 8 വരെയാണ് അന്ന്. 8ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചു. അന്ന് താഴത്തെ സ്കൂളിൽ 8 വരെ. ഹൈസ്കൂളില്ല, അന്നായിട്ടില്ല. ഹൈസ്കൂള് ആവണേ ഉള്ളൂ. 8 വരെയാണ്. അന്നായ തെക്കറ്റത്താണ് 8ാം ക്ലാസ്. നമ്മുടെ ഇപ്പോ പഴയ സ്കൂളിന്റെ തെക്കറ്റുണ്ടല്ലോ, അത് 8ാം ക്ലാസ്. അതിൽ വരെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അന്നാ 8 വരെ ഉള്ളൂ. അപ്പൊ ആ 8ഒക്കെ ഇപ്പൊ 12. അന്നത്തെ 8ഒക്കെ ഇപ്പൊ 12ാം ക്ലാസ്. ഇംഗ്ലീഷൊക്കെ ഉണ്ടായിരുന്നോ? ഇംഗ്ലീഷ് കുറച്ചറിയും. 5 മുതലോ 6 മുതൽ ഇംഗ്ലീഷ് ഉണ്ട്. 6 മുതൽ ഇംഗ്ലീഷ് 3 കൊല്ലൊക്കെ ഇംഗ്ലീഷ് പഠിച്ചു. ഇപ്പോഴേക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനൊക്കെ കുറേശ്ശെ വായിക്കാനറിയാം. എഴുതിയില്ലെങ്കിൽ എല്ലാം ഞാൻ ഒരുവിധം വായിച്ചെടുക്കും. അതൊക്കെ അന്നത്തെ ക്ലാസ് 10 മണിക്ക് തുടങ്ങിയിട്ട് 10 മണിക്ക് തുടങ്ങും. പിന്നെ ഉച്ചയ്ക്ക് വിടും, പുറത്തേക്ക് വിടും. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് വരാനൊന്നും സമയമില്ല. അപ്പം അവിടെയൊക്കെ ഇങ്ങനെ നടക്കും. ഭക്ഷണമൊന്നും ഇല്ലല്ലോ അവിടെ, സ്കൂളിലൊന്നും ഇല്ലല്ലോ അന്ന്. പിന്നെ സ്കൂളിൽ കൂടിയ 4 മണി വിട്ടാൽ അങ്ങോട്ട് ഓടുകയാണ്. ഇവിടെ വന്നാൽ എന്താ കിട്ടുക, വീട്ടിൽ വന്നാൽ ചുറ്റും ഇങ്ങനെ ഓടിപ്പോരുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്നൊക്കെ കഷ്ടമായിട്ടുള്ള കാലങ്ങളല്ലേ, ഭയങ്കര വിഷമല്ലേ എന്നൊക്കെ. ഇപ്പൊ വയസ്സ് 83 കഴിഞ്ഞു. 83 കഴിഞ്ഞു. 84 അടുത്തത്. അടുത്ത ഇടവമാസമാണ് മലയാളം. 84 ആവും. അപ്പൊ എന്താ ഞങ്ങള് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. വായനശാല ഉണ്ട് അവിടെ പോയിരിക്കാം. അന്നുണ്ട് പഴയ വായനശാല. സ്കൂളിന്റെ തെക്ക് വശം അവിടെ ഒരു വായനശാല ഉണ്ടായിരുന്നു, പഴയ വായനശാല. ഞങ്ങൾ അവിടെയൊക്കെ പോയി നോക്കും. പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നോ വായനശാലയിൽ? ലൈബ്രറി ഇപ്പൊ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തില്? ഓർമ്മയില്ല കേട്ടോ. വായനശാലയിൽ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിന്റെ. അപ്പൊ ഞങ്ങൾ അതിന്നൊക്കെ ചിലത് പുസ്തകങ്ങളൊക്കെ അല്ല അവിടെ ഇരുന്നൊക്കെ നോക്കും. പുസ്തകങ്ങൾ ഇരുന്ന് നോക്കും. കുറച്ചൊക്കെ നോക്കിയിട്ട് അവിടെ വെക്കും. അവിടെ വെച്ച് പോരും. ചെയ്തായിരുന്നു. അന്ന് നമ്മളവിടെ ഒരു കടകളില്ല. ചന്തപ്പരുണ്ട്. ഒരു ആഴ്ചയിൽ ഒരു ദിവസം അവിടെ ചന്ത ഉണ്ട്. പിന്നെ കൊച്ചുണ്ണിയുടെ പീടിക, കൊച്ചുണ്ണിയുടെ രാമനായരുടെ അതുണ്ട് കേട്ടോ. അതുണ്ട്. രാമൻ നായരും ഭാര്യയുള്ള ആ കട അന്ന് അവിടെ ഉണ്ട്. വിശാലാക്ഷിയൊക്കെ ഞങ്ങളുടെ ഏതാനും ഒരു ഇതായിട്ട് വരി. പിന്നെ ഒരു ചെറിയ കുഞ്ചുവാശാനുണ്ടോ? അതൊക്കെ അന്നുണ്ടോ? ഉണ്ട്. കാലുകൊണ്ടില്ല ഒരാളുണ്ടായിരുന്നു. അവരൊക്കെ സ്കൂളിൻ്റെങ്ങളും അങ്ങനെ വല്ലാതെ നടക്കുകയല്ലോ. കാലിന് സ്വാധീനക്കുറവ്. പിന്നെ പടിഞ്ഞാറമടത്തിലെ കുട്ടികളൊക്കെ
ഞങ്ങളുടെ കൂടെ കുറച്ച് കുട്ടികൾ പഠിച്ചവരുണ്ട് പടിഞ്ഞാറ് മഠത്തില്. തറവാട് വലിയ വീടല്ലേ, മഠത്തിലെ വലിയൊരു വീടല്ലേ ഉണ്ടായിരുന്നത്. അത് അധികാരിയുടെ കച്ചേരിയും തറവാടും പത്തായപ്പര മിറ്റത്ത്, ഇത് തറവാട്. പിന്നെ ഇത് വലിയൊരു പത്തായപ്പര. പിന്നെ ഇപ്പുറത്ത് കർണാധികാരി, അന്ന് കോൽക്കാരനും അധികാരിയൊക്കെയാണ്. അന്ന് നമ്മുടെ രാജ്യത്ത് നോക്കാൻ അധികാരിയുടെ ഒരു കോൽക്കാരൻ കണിയാട്ടിലെ ഒരു കൃഷ്ണനായരുണ്ടായിരുന്നു. ഇപ്പള്ള കൃഷ്ണനുണ്ണിയുടെ ഒക്കെ ഒരു വലിയ മുത്തശ്ശനാണ് അത്. അവരുടെ മുത്തശ്ശൻ അത് കോൽക്കാരനായിരുന്നു. പിന്നെ ഒരു അബ്ദുള്ള, ഇവിടെ ഉള്ള പെരുങ്കന്നൂരുള്ള ഒരു അബ്ദുള്ള കോൽക്കാരൻ. അന്നൊക്കെ അവരാണല്ലോ വീട്ടുജോലിക്കൊക്കെ നടക്കുക കോൽക്കാരന്മാര്. സ്ഥലം ആ കുട്ടി ഇരിക്കുന്ന